എന്താണ് അഡ്വീനോ? അഡ്വീനോ എന്ന് പറഞ്ഞാൽ മൈക്രോ കൺട്രോളർ വെച്ച് പ്രവർത്തിക്കുന്ന ഒരു പ്രോഗ്രാമിംഗ് ബോർഡാണ്. മൈക്രോ കൺട്രോളർ എന്ന് പറഞ്ഞാൽ അതൊരു IC ആണ്. ഒരു പെർട്ടിക്കുലർ ടാസ്ക് ചെയ്യുന്ന ഒരു IC ആണ് മൈക്രോ കൺട്രോളർ. നമ്മുടെ വീടുകളിൽ നമ്മൾ ഉപയോഗിക്കുന്ന കമ്പ്യൂട്ടർ എന്ന് പറയുന്നത് ഒരു മൈക്രോ പ്രോസസ്സറാണ്. അതിലൊരു സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് ഉണ്ടാവും, CPU. അതിലോട്ടാണ് നമ്മൾ RAM, ROM, ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്സ്, ടൈമറുകളൊക്കെ കണക്ട് ചെയ്യുന്നത്. അതേസമയം CPU, RAM, ROM, IO പോർട്സ്, ടൈമേഴ്സ് എല്ലാം ഒരു സിംഗിൾ ചിപ്പിൽ വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൈക്രോ കൺട്രോളർ എന്ന് വിളിക്കുന്നത്. ഒരു മൈക്രോ കൺട്രോളർ പെർട്ടിക്കുലർ ടാസ്ക് അല്ലെങ്കിൽ പെർട്ടിക്കുലർ ഓപ്പറേഷൻ മാത്രമേ ചെയ്യുകയുള്ളൂ. മാത്രമല്ല ചെറിയ വോൾട്ടേജ് സോഴ്സ് ഉപയോഗിച്ച് നമുക്ക് മൈക്രോ കൺട്രോളേഴ്സിനെ പ്രവർത്തിപ്പിക്കാൻ സാധിക്കും. എവിടെയെല്ലാമാണ് ആർഡുയിനോ യൂസ് ചെയ്യുന്നത്? ഹോം ഓട്ടോമേഷൻ. നമ്മുടെ വീടുകളിലുള്ള എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളും ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് ആർഡുയിനോ യൂസ് ചെയ്യാം. ആർഡുയിനോ കോഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ വീടുകളിലുള്ള എല്ലാ ഇലക്ട്രിക്കൽ ഉപകരണങ്ങളും നമുക്ക് ഓട്ടോമാറ്റിക് സിസ്റ്റത്തിലോട്ട് കൺവേർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ മൊബൈൽ ഫോൺ ഉപയോഗിച്ച് വൈഫൈയുടെയും ബ്ലൂടൂത്തിൻ്റെയും സഹായത്തോടു കൂടെ നമുക്കത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. പല DIY പ്രൊജക്ട്സുകൾ ചെയ്യാൻ വേണ്ടിയിട്ടും ആർഡുയിനോ യൂസ് ചെയ്യുന്നുണ്ട്. മറ്റൊരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് LED മെട്രിക്സ് ആണ്. നമ്മൾ കണ്ടിട്ടുണ്ടാവും പല ഷോപ്പുകളുടെയും റെസ്റ്റോറൻറ്റുകളുടെയും ബസ്സിൻ്റെ ഒക്കെ ഫ്രണ്ടുകളിൽ നമ്മൾ കാണുന്ന LED ബോർഡുകൾ നമുക്ക് ഈ ആർഡുയിനോ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈസി ആയിട്ട് കോഡ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. പല തരത്തിലുള്ള ആർഡുയിനോ ബോർഡുകൾ ഇന്ന് അവൈലബിൾ ആണ്. ആർഡുയിനോ UNO, നാനോ, മെഗാ, മൈക്രോ, സീറോ, റെഡ്ബോർഡ്സ്, ലില്ലി പാഡ്സ്, ഇങ്ങനെ പലതരത്തിലുള്ള ആർഡുയിനോ ബോർഡ്സുകൾ അവൈലബിൾ ആണ്. ഏറ്റവും കോമൺ ആയിട്ട് കാണുന്ന ആർഡുയിനോ ബോർഡാണ് ആർഡുയിനോ UNO. ഇന്ന് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്നതും ആർഡുയിനോ UNO ആണ്. അറ്റ്മെഗ 8, അറ്റ്മെഗ 168, അറ്റ്മെഗ 328, അതേപോലെ അറ്റ്മെഗ 1280, ഇങ്ങനെ പല ഡിഫറെൻറ്റ് ടൈപ്സിലുള്ള മൈക്രോ കൺട്രോളേഴ്സാണ് ആർഡുയിനോ ബോർഡുകളിൽ കാണുന്നത്. ആർഡുയിനോയുടെ പാർട്സുകൾ നമുക്ക് നോക്കാം. കമ്പ്യൂട്ടറിൽ നിന്നും കോഡ് ആർഡുയിനോയിലോട്ട് സെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഭാഗമാണ് USB പോർട്ട്. മാത്രമല്ല ആർഡുയിനോയെ പവറപ്പ് ചെയ്യാനും USB പോർട്ട് ഉപയോഗിക്കുന്നുണ്ട്. മറ്റൊന്നാണ് റീസെറ്റ് ബട്ടൺ. റീസെറ്റ് ബട്ടൺ എന്ന് പറയുന്നത് നമ്മുടെ ആർഡുയിനോയിലോട്ട് സെൻഡ് ചെയ്ത കോഡ് റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റീസെറ്റ് ബട്ടൺ വെച്ചിട്ടുള്ളത്. പിന്നീട് ഒരു വോൾട്ടേജ് റെഗുലേറ്റർ ഉണ്ട്. അതിനുശേഷം പവർ പോർട്ട് ഉണ്ട്. ഈ പവർ പോർട്ട് മാത്രമല്ല, ഇതിന് പുറമെ വേറെയും കുറച്ച് പവർ പിൻസ് ഉണ്ട്. ഈ പവർ പിൻസ് വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആർഡുയിനോയെ എക്സ്റ്റേണൽ സോഴ്സുമായി പവറപ്പ് ചെയ്യാൻ പറ്റും. മൊബൈൽ ചാർജറുകളും 9 വോൾട്ടിൻ്റെ ബാറ്ററികളൊക്കെ നമുക്ക് യൂസ് ചെയ്തിട്ട് ആർഡുയിനോയെ എക്സ്റ്റേണലായിട്ട് നമുക്ക് പവറപ്പ് ചെയ്യാൻ സാധിക്കും. അടുത്തതായിട്ട് അനലോഗ് പിൻസാണ്. 6 അനലോഗ് പിൻസാണ് ഉള്ളത്. A0 to A5. ഇതിലാണ് നമ്മൾ ഇൻപുട്ടൊക്കെ കൊടുക്കാറുള്ളത്. അനലോഗ് ഇൻപുട്ട് പിൻസാണിത്. അതായത് നമ്മൾ സെൻസേഴ്സൊക്കെ കണക്ട് ചെയ്യുന്നത് ഈ ഒരു പാർട്ടിലോട്ടാണ്. ഈ ഒരു അനലോഗ് ഇൻപുട്ട് പാർട്ട് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ടായിട്ടും നമുക്ക് ഉപയോഗിക്കാറുണ്ട്. അടുത്തതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ മൈക്രോ കൺട്രോളർ. ഈ ഒരു മൈക്രോ കൺട്രോളർ ഉപയോഗിച്ചാണ് ഈ ആർഡുയിനോ വർക്ക് ചെയ്യുന്നത്. അറ്റ്മെഗ 328 ആണ് ആർഡുയിനോ UNOയിൽ ഉപയോഗിക്കുന്ന മൈക്രോ കൺട്രോളർ. അടുത്തായിട്ടുള്ളത് ഡിജിറ്റൽ ഇൻപുട്ട്സ് ആണ്, അല്ലെങ്കിൽ ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പോർട്ടാണ്. ഇവിടെയും നമുക്ക് 14 ഡിജിറ്റൽ പിൻസാണുള്ളത്. ഇത് നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസായിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ആർഡുയിനോ ബോർഡ് ഇങ്ങനെ ആയിരിക്കും ഉണ്ടാവുക. നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നതാണ് USB പോർട്ട്, പവർ പോർട്ടുകൾ, നമുക്ക് അനലോഗ് പിൻസ്, ഡിജിറ്റൽ പിൻസ്, നമ്മുടെ മൈക്രോ കൺട്രോളർ, ക്രിസ്റ്റൽ ഓസിലേറ്റർ ഉണ്ടാവും ക്ലോക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ ഇതാണ് നമ്മുടെ ആർഡുയിനോ UNOയുടെ ഒരു ബോർഡ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ ആർഡുയിനോ UNOയുടെ ബോർഡ് നമുക്ക് എങ്ങനെ മേടിക്കാമെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് ഇലക്ട്രോണിക്സ് ഷോപ്പിലൊക്കെ ഇത് അവൈലബിൾ ആണ്. ഓൺലൈൻ വഴിയും നിങ്ങൾക്കിത് മേടിക്കാവുന്നതാണ്. ഇത് ആർഡുയിനോയുടെ കോപ്പി മാത്രമാണ്. ആർഡുയിനോയുടെ ഒറിജിനൽ ബോർഡ്സും നമുക്ക് ഓൺലൈനിലൂടെയൊക്കെ അവൈലബിൾ ആണ്. ആർഡുയിനോയുടെ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 5 വോൾട്ട് 40 മില്ലി ആംപിയർ ആണ്. മാക്സിമം ഔട്ട്പുട്ട് വോൾട്ടേജ് 5 വോൾട്ടാണ്. പിന്നെ എങ്ങനെ വലിയ ലോഡുകൾ ആർഡുയിനോയിലോട്ട് കണക്ട് ചെയ്യും? അതിന് നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു സംഭവമാണ് റിലേ മോഡ്യൂൾസ്. ഇതൊരു 4 ചാനൽ റിലേ മോഡ്യൂളാണ്. ഇതുപോലെ 2 ചാനൽ, 3 ചാനൽ, 5 ചാനൽ റിലേ മോഡ്യൂൾസൊക്കെ അവൈലബിൾ ആണ്.
ഇങ്ങനെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഈ റിലേ മൊഡ്യൂൾസുകൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഹെവി ലോഡ്സിനെ നമുക്ക് ഇതിലോട്ട് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. നമ്മുടെ വീടുകളിലുള്ള മോട്ടേഴ്സ്, മിക്സി, ഫാനൊക്കെ ഇതിലോട്ട് നമുക്ക് കണക്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. വലിയ ലോഡുകളപ്പോൾ ചെറിയ ഈ ആർഡിനോയിലുള്ള ചെറിയ സിഗ്നലുകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്നതാണ്. അങ്ങനെയാണ് ഹോം ഓട്ടോമേഷനൊക്കെ ചെയ്യുന്നത്. ആർഡുയിനോ യൂസ് ചെയ്ത് പ്രൊജക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പലപ്പോഴും ഉപകാരമുള്ള ഒരു ഉപകരണമാണ് ബ്രെഡ് ബോർഡ്സ്. ബ്രെഡ് ബോർഡുകൾ എങ്ങനെ ഉപയോഗിക്കണമെന്നും അതിൻ്റെ കണക്ഷൻസ് എങ്ങനെയെന്നും മുന്നേ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം, അത് നിങ്ങൾ കാണണം. പിന്നീട് നമുക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് വയറുകളാണ്. ഇത് ജമ്പേഴ്സാണ്. ഫീമെയിൽ ടു മെയിൽ പോർട്ട് ഉണ്ട്, അതേപോലെ മെയിൽ ടു മെയിൽ പോർട്ട്സൊക്കെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ആർഡിനോയുടെ കോഡിലോട്ട് പോകാം. എങ്ങനെ ആർഡിനോ കോഡ് ചെയ്തെടുക്കാം നോക്കാം. അതിന് നമുക്ക് ആർഡിനോ IDE ആവശ്യമാണ്. അതിനുവേണ്ടി നിങ്ങൾ ഗൂഗിളിൽ പോയി ആർഡിനോയുടെ ലേറ്റസ്റ്റ് വേർഷൻ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ആർഡിനോ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കാണാം. അപ്പോൾ ഇതിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ നോക്കിയാൽ ഇവിടെ മുകളിൽ ഫയലിൽ ന്യൂ പ്രൊജക്റ്റ് തുറക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. അതേപോലെ മുന്നേ നമ്മൾ ചെയ്തു വെച്ചിട്ടുള്ള പ്രൊജക്ട്സുകൾ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ഓപ്പൺ ചെയ്യാം. സേവ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിൽ എക്സാമ്പിൾ എന്ന് പറയുന്ന ഒരു പാർട്ട് കൂടെ ഉണ്ട്. ഈ എക്സാമ്പിൾ എന്ന് പറയുന്ന പാർട്ടിൽ നോക്കിയാൽ നമുക്ക് ഓൾറെഡി ഇതിൽ ഒരുപാട് കോഡുകൾ ഉണ്ടാവും. ഇവർ ചെയ്തു വെച്ചിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് തന്നെ ഒരുപാട് കോഡുകൾ ഇതിലുണ്ട്. അപ്പോൾ ആ കോഡ് ഉപയോഗിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആർഡിനോ നമുക്ക് റൺ ചെയ്യാൻ സാധിക്കും. ഇനി അതെങ്ങനെയാണ് ആർഡിനോയുടെ കോഡ് നമുക്ക് സ്വന്തമായിട്ട് എങ്ങനെ എഴുതാമെന്ന് കൂടെ നമുക്ക് നോക്കാം. ആർഡുയിനോയുടെ കോഡിംഗ് എടുത്തു കഴിഞ്ഞാൽ 2 ബ്ലോക്കുകളായിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്. ഫസ്റ്റ് ബ്ലോക്ക് എന്ന് പറയുന്നത് പ്രിപ്പറേറ്ററി ബ്ലോക്കാണ്. അതാണ് വോയിഡ് സെറ്റപ്പ് എന്ന് പറയുന്ന ഈ ഒരു പാർട്ട്. അടുത്തതാണ് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാനുള്ള ഒരു എക്സിക്യൂഷൻ ബ്ലോക്കാണ്. അതാണ് നമ്മുടെ വോയിഡ് ലൂപ്പ് എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ളത്. ആർഡിനോയെ പവറപ്പ് ചെയ്തതിന് ശേഷം ആർഡിനോയുടെ ഏത് പിന്നിലാണ് ഔട്ട്പുട്ട് കൊടുക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആദ്യത്തെ വോയിഡ് സെറ്റപ്പിൽ കൊടുക്കേണ്ടത്. അത് ഒറ്റ തവണ മാത്രമേ എക്സിക്യൂട്ട് ചെയ്യുകയുള്ളൂ. എന്നിട്ട് അതിന് ശേഷമുള്ള കമാൻഡ്സ് ഫുള്ള് റിപ്പീറ്റ് ചെയ്ത് എക്സിക്യൂട്ട് ചെയ്യാൻ നമ്മൾ ബാക്കിയുള്ള മെയിൻ കമാൻഡ്സുകളെല്ലാം കൊടുക്കുന്നത് വോയിഡ് ലൂപ്പിലാണ്. ഒരു LED ബ്ലിങ്കിങ് പ്രൊജക്റ്റ് നമുക്കിതിൽ ഓൾറെഡി ഇതിൻ്റെ കോഡ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമുക്ക് ഫയലിൽ പോയിട്ട് നമുക്ക് എക്സാമ്പിളിൽ പോയിട്ട് ബേസിക്സിൽ ആ ബ്ലിങ്ക് എന്ന് പറയുന്ന പ്രൊജക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. അതിലെങ്ങനെയാണ് അവർ ചെയ്തു വെച്ചിട്ടുള്ളത് നോക്കാം. വളരെ ഈസി ആയിട്ട് ഇതിൻ്റെ കോഡുകളൊക്കെ നമുക്ക് ഇന്ന് പഠിച്ചെടുക്കാവുന്നതാണ്. ഇതിൻ്റെ ഡിഫറെൻറ്റ് ട്യൂട്ടോറിയൽസൊക്കെ നിങ്ങൾക്ക് യൂട്യൂബിൽ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഗൂഗിളിൽ പോയിട്ട് നിങ്ങളുടെ പ്രൊജക്റ്റിൻ്റെ ആർഡിനോ കോഡുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാനൊക്കെ സാധിക്കുന്നതാണ്. അത് ഉപയോഗിച്ചിട്ട് നമുക്ക് ആ ഒരു കോഡിന് ഇവിടെ കൊടുന്ന് പേസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്കത് നമ്മുടെ ആർഡിനോയിലോട്ട് സെൻഡ് ചെയ്യാനും പറ്റുന്നതാണ്. അതെങ്ങനെയെന്ന് കൂടെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. ഇപ്പോൾ LED ബ്ലിങ്കിങ് പ്രൊജക്റ്റിൻ്റെ ബോർഡ് സെറ്റപ്പിൽ നോക്കിയാൽ നമുക്ക് കാണാം ഇതിൽ പിൻ മോഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ പിൻ മോഡ് എന്ന് കൊടുത്തതിന് ശേഷം അതിൻ്റെ അകത്ത് ഏത് പിന്നാണ് നമുക്ക് ഔട്ട്പുട്ട് കിട്ടേണ്ടതെന്നാണ് ഇവിടെ ഈ ഇതിൽ ബിൽറ്റ് ഇൻ ബട്ടണിൽ കൊടുക്കേണ്ടത്. ബിൽറ്റ് ഇൻ ബട്ടണിൽ എനിക്കിപ്പോൾ ഏത് വേണമെങ്കിൽ കൊടുക്കാം. പിന്നെ നമ്മുടെ അടുത്തുള്ള പിൻസിൽ അനലോഗ് പിൻസ് ഉണ്ട്, നമ്മുടെ കയ്യിൽ ഡിജിറ്റൽ പിൻസ് ഉണ്ട്. ഇതിനെല്ലാം നമുക്ക് ഡിജിറ്റൽ ഇൻപുട്ട് ഔട്ട്പുട്ട് പിൻസായിട്ട് യൂസ് ചെയ്യാം. ഇപ്പോൾ ഇവിടെ നമുക്ക് ഡിജിറ്റൽ ഔട്ട്പുട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്ത് വെക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഞാൻ 13 എന്ന് കൊടുക്കുന്നുണ്ട്. ഇത് നമുക്ക് എഡിറ്റ് ചെയ്യേണ്ട ഒരു പാർട്ടാണ്. ബിൽറ്റ് പിന്നെ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഞാനിവിടെ 13 എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ ഇവിടെ 13 ആക്കുന്ന സമയത്ത് താഴെല്ലാം എനിക്ക് 13 ആക്കണം. അപ്പോൾ എന്താണ് വോയിഡ് ലൂപ്പിൽ കൊടുത്തിട്ടുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ട് വോയിഡ് സെറ്റപ്പിൽ സെറ്റ് ചെയ്ത് വെച്ചു. ഇനി അത് എക്സിക്യൂട്ട് ചെയ്യേണ്ട കോഡ് നമ്മൾ എഴുതിയിട്ടില്ല. അതാണ് വോയിഡ് ലൂപ്പിൽ എഴുതുന്നത്. ആദ്യം 1 സെക്കൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, LED ടേൺ ഓൺ ചെയ്യുന്നു. അടുത്ത 1 സെക്കൻഡ് LED ടേൺ ഓഫ് ചെയ്യുന്നു. ഇത് കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടേ ഇരിക്കുമ്പോഴാണ് LED ബ്ലിങ്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിന് വേണ്ടിയിട്ടാണ് ഈ 4 കോഡുകൾ ഇവിടെ ഈ വോയിഡ് ലൂപ്പിൽ എഴുതി വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഒന്നാണ് ഡിജിറ്റൽ റൈറ്റ് എന്ന് പറഞ്ഞാൽ. ഡിജിറ്റൽ റൈറ്റ് ഇപ്പോൾ നമ്മൾ 13 അത് ഏത് ഇതിലാണെന്നുള്ളതാണ് അവിടെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ നമ്മൾ ഡിജിറ്റൽ റൈറ്റ് 13th പിന്നിലാണ് നമ്മൾ ഔട്ട്പുട്ട് കൊടുക്കേണ്ടത്. സോ 13 ഹൈ എന്ന് കൊടുക്കുന്നുണ്ട്. ഹൈ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു നേരത്തെ പറഞ്ഞിട്ടുണ്ട് ആർഡിനോയുടെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ 5 വോൾട്ടാണ്. അപ്പോൾ നമ്മൾ 13th പിന്നിൽ ഇപ്പോൾ 5 വോൾട്ട് സെറ്റായി. അപ്പോൾ അതിലോട്ട് നമ്മൾ റെസിസ്റ്ററും LED കൂടി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ
നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ LED ഗ്ലോ ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അതിൻ്റെ തൊട്ട് താഴെ എന്ത് ചെയ്യണം, നമുക്കിത് എത്ര സമയം വരെയാണ് ഇത് ഓൺ ചെയ്ത് നിൽക്കേണ്ടതെന്നുള്ളതാണ് കാണിക്കുന്നത്. അത് നമുക്ക് ഡിലേ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാം. ഡിലേ 1 സെക്കൻഡ്. അപ്പോൾ 1 സെക്കൻഡ് എന്നുള്ളതിന് ഇവിടെ 1000 എന്നാണ് എഴുതുക. കാരണം 1000 മില്ലി സെക്കൻഡാണ് 1 സെക്കൻഡ്. 1000 മില്ലി സെക്കൻഡാണ് 1 സെക്കൻഡ്. അതുകൊണ്ടാണ് ഇവിടെ 1000 എന്ന് കൊടുത്തത്. അപ്പോൾ 1 സെക്കൻഡ് ഇതിൽ വെയിറ്റ് ചെയ്യുന്നു. അടുത്ത് എന്ത് ചെയ്യുന്നു, സെയിം ഡിജിറ്റ് റൈറ്റ് 13th പിൻ ലോ എന്ന് കൊടുക്കുന്നു. 0 വോൾട്ട് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ടേൺ ഓഫ് ആയി. നേരത്തെ ടേൺ ഓൺ ആയ LED ഇപ്പോൾ ടേൺ ഓഫ് ആയി. അത് നമുക്ക് ഡിലേ ചെയ്ത് നിർത്തണം. അത് 1 സെക്കൻഡ് നമ്മൾ ഡിലേ ചെയ്യുന്നു. സോ ഡിലേ 1000 എന്ന് കൊടുക്കുന്നു. ഇനി ഇതെന്ത് ചെയ്യുന്നു, നമുക്ക് ഇത് മുകളിൽ സേവ് ചെയ്യാം. ഇതുപോലെ ഒരു LED മാത്രമല്ല പല പ്രൊജക്ട്സുകളും ഈ ഒരു കോഡ് ഉപയോഗിച്ച് ചെയ്യാം. ഇത് മാത്രമല്ല, അതിൽ കോഡ് പലതും നമുക്ക് പഠിക്കാനുണ്ട്. ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു കോഡ് മാത്രമാണിത്. ഇതുപോലത്തെ പല കോഡുകളും നിങ്ങൾക്ക് ഈസി ആയിട്ട് പഠിക്കാവുന്നതാണ്. ഇത് എങ്ങനെ നമുക്ക് ആർഡുയിനോയുടെ ബോർഡിലോട്ട് സെൻഡ് ചെയ്ത് അതിലൊരു LED ഗ്ലോ ചെയ്യിപ്പിക്കാമെന്ന് നമുക്ക് നോക്കാം. ആർഡുയിനോ ബോർഡുകളില്ലാതെയും നമുക്ക് ആർഡുയിനോ പ്രൊജക്ട്സുകൾ ചെയ്യാൻ സാധിക്കും. അതിനായിട്ട് നമുക്ക് കുറച്ച് സോഫ്റ്റ്വെയറിൻ്റെ സഹായം ആവശ്യമുണ്ട്. അങ്ങനെയുള്ള ഒരു സോഫ്റ്റ്വെയറാണ് പ്രോട്ടിയസ്. പ്രോട്ടിയസ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും അത് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നും മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോ കാണാത്തവർക്കായിട്ട് ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. പ്രോട്ടിയസ് എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമുക്ക് അതിൽ പിക്ക് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ആർഡിനോ എന്ന് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ ആർഡിനോ നമുക്ക് ആവശ്യമായിട്ടുള്ള ആർഡിനോ നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം. എല്ലാ പ്രോട്ടിയസിൻ്റെ സോഫ്റ്റ്വെയറുകളിലും ആർഡിനോ ബോർഡുകളുടെ ലൈബ്രറി ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ആദ്യം നിങ്ങൾ ആർഡിനോ ലൈബ്രറി ഈ പ്രോട്ടിയസിലോട്ട് ആഡ് ആക്കണം. അത് എങ്ങനെയാണെന്നുള്ളതൊക്കെ യൂട്യൂബ് വീഡിയോസ് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും. അതിനുശേഷം നിങ്ങൾക്ക് പ്രോട്ടിയസിൽ നിങ്ങൾക്ക് ആർഡിനോ ഉപയോഗിച്ച് നിങ്ങൾക്ക് സിമുലേഷൻ ചെയ്യാവുന്നതാണ്. അത് കുറച്ചും കൂടി ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു കാര്യമാണ്. എങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് ആർഡിനോ ഉപയോഗിച്ച് നമുക്ക് പ്രൊജക്ട്സുകൾ ചെയ്യാം. അതിനു വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗിക്കുന്ന ഒന്നാണ് ടിങ്കർകാഡ് എന്ന പ്രോഗ്രാം നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നമുക്ക് ടിങ്കർകാഡ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യാൻ നോക്കാം. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ടിങ്കർകാഡ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് തുറന്നു വരും. അപ്പോൾ അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം, സൈനപ്പ് ചെയ്തതിന് ശേഷം സൈൻ ഇൻ ചെയ്യുക. സൈൻ ഇൻ ചെയ്ത് കഴിയുമ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് ഇങ്ങനെ ഡിസൈൻ അതുപോലെ തന്നെ സർക്യൂട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. സർക്യൂട്ട് എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ക്രിയേറ്റ് എ ന്യൂ സർക്യൂട്ട് എന്നതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് തുറന്നു വരും. അപ്പോൾ ഇതിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നമുക്ക് വേണ്ട കമ്പോണൻസ് ഒക്കെ ഇവിടെ ഉണ്ട്. ആർഡിനോ എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ആർഡിനോ സെലക്ട് ചെയ്തെടുക്കാം. ബ്രെഡ്ബോർഡ് എന്ന് സെർച്ച് ചെയ്തതിന് ശേഷം ബ്രെഡ്ബോർഡ് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. കണക്ഷൻസ് കൊടുക്കാം. LED വേണമെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് സെലക്ട് ചെയ്തെടുക്കാം. അത് വെച്ചിട്ട് നമുക്ക് കണക്ഷൻസ് കൊടുക്കാം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, മുകളിൽ കോഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷനുണ്ട്. അതിൽ നമ്മൾ നേരത്തെ ഇപ്പോൾ ഇതിൽ ബ്ലോക്ക് ആയിട്ട് കിടക്കുന്നത് അത് മാറ്റിയതിന് ശേഷം നമുക്ക് ടെക്സ്റ്റ് എന്ന് കൊടുക്കാം. കണ്ടിന്യൂ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ കോഡ് ഇവിടെ നിന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ കോഡ് ഇവിടെ തന്നെ എഴുതാം. അല്ലെങ്കിൽ നേരത്തെ നമ്മൾ എഴുതി വെച്ചിട്ടുള്ള കോഡ് ഉണ്ടെങ്കിൽ അത് ഇവിടെ കോഡിൽ പേസ്റ്റ് ചെയ്ത് റൺ ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ ആർഡിനോ നമ്മുടെ പ്രോഗ്രാം കറക്റ്റ് ആണെന്നൊക്കെ നമുക്ക് ടിങ്കർകാഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്കിത് ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ആർഡിനോയിലോട്ട് എങ്ങനെയാണ് കോഡ് അപ്ലോഡ് ചെയ്ത് LED ബ്ലിങ്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഞാൻ മുന്നേ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ എങ്ങനെയാണ് അപ്ലോഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അത് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.